അഹങ്കാരിക്ക് ദൈവഭയമില്ല, അഹങ്കാരി അനുദപിക്കില്ല, അവർക്ക് ഉപസരിക്കാൻ പറ്റില്ല. പാപമോചനം സൗജന്യമാണ്. അത് കർത്താവ് കാൽവരിയിൽ പൂർത്തിയാക്കിയതാണ്. ഇത്ര സൗജന്യമായി നൽകപ്പെടുന്ന പാപമോചനം, സൗജന്യമായി നൽകപ്പെടുന്ന നിത്യരക്ഷ, സൗജന്യമായി നൽകപ്പെടുന്ന വീണ്ടെടുപ്പ് കാൽവരിയുടെ നെറുകയിൽ നമുക്ക് വേണ്ടി അവൻ വില കൊടുത്തിട്ടാണ് ഇത് സൗജന്യമാക്കി തന്നത്. വില കൊടുത്ത മോചനം സ്വർഗം നമുക്ക് സൗജന്യമാക്കി തന്നത്. പാപത്തിന്റെ പരിഹാരമായ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തിട്ട് ആ വില കർത്താവ് കാൽവരിയിൽ കൊടുത്തിട്ടാണ് എനിക്ക് നിങ്ങൾക്കിത് സൗജന്യമായിട്ട് തന്നത്. സൗജന്യമായിട്ട് പോലും പാപമോചനം തന്നിട്ട്, നിത്യരക്ഷ തന്നിട്ട് അത് സ്വീകരിക്കാൻ പോലും വിസമ്മതിക്കുന്നവരെ കാണുമ്പോൾ വല്ലാത്ത ഭാരം തോന്നിയിട്ടുണ്ട്, വല്ലാത്ത സങ്കടം തോന്നിയിട്ടുണ്ട്. സ്വന്തം ചങ്കിൽ അവസാനത്തുള്ളി രക്തവും വിലയായിട്ട് കൊടുത്തിട്ട് നമുക്ക് സൗജന്യമായി സ്വർഗം നേടിത്തന്നിട്ട്, ആത്മരക്ഷ നേടിത്തന്നിട്ട്, പാപമോചനം തന്നിട്ട് അതിനു പോലും വില കൽപ്പിക്കാത്തവര് നമ്മുടെ സമൂഹത്തിലുണ്ടെന്നറിയുമ്പോ, നമ്മുടെ കൂട്ടായ്മയിലുണ്ടെന്നറിയുമ്പോ വല്ലാത്ത ഭാരം തോന്നിയിട്ടുണ്ട്. ചില കുമ്പസാരം നമുക്ക് ഈ ധ്യാനത്തിനൊക്കെ വരുമ്പോ, കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോ ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആദ്യം ചിലപ്പോൾ ചോദിക്കുന്നൊന്നും കുമ്പസാരിച്ചിട്ട് എത്ര നാളായെന്ന്. ഒരു ടീം പറഞ്ഞു, അച്ഛാ 30 കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 32 വർഷം. 32 വർഷമായിട്ടാ കുമ്പസാരിച്ചിട്ട്. പുള്ളിക്ക് തന്നെ അറിയത്തില്ല കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായെന്ന് ചോദിച്ചു. കുമ്പസാരിച്ചിട്ട് എത്ര വർഷമായെന്ന് പുള്ളിക്ക് അറിയില്ല. അവിടെ പുള്ളി ചോദിച്ചു, എടി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? അവള് പറഞ്ഞു 32 വർഷമായി. ആ അച്ഛാ 32 വർഷമായി കുമ്പസാരിച്ച, കല്യാണത്തിന് കുമ്പസാരിച്ചതാ. ഭാഗ്യം ആ സാധനം കുമ്പസാരത്തിന് മുമ്പ് മരിക്കാതിരുന്നത്, നേരെ താഴേക്ക് പോയനെ. 10-15 വർഷമൊക്കെ കുമ്പസാരിക്കാതെ ചിലപ്പോ കൗൺസിലിങ്ങിന്റെ സമയത്ത് കുമ്പസാരിക്കുന്നത്, ഐ അച്ഛാ എനിക്ക് പാപമൊന്നുമില്ല അച്ഛൻ, എനിക്ക് എന്ത് പാപം ഉണ്ടായിട്ട്? അയ്യോ, ഞാൻ ഇച്ചിരി കുടിക്കും, ഇച്ചിരി വലിക്കും, ഇച്ചിരി ഭാര്യനെ തെറി പറയും, മക്കളെ തെറി പറയും, ഇതല്ലാതെ എനിക്ക് എന്ത് പാപമുള്ളേ? അപ്പൊ ഇതൊന്നും പാപമല്ലേ? ഓ ഇതൊക്കെ പാപമാണ് അച്ഛോ. ഞാൻ ഇച്ചിരി കുടിക്കും, ഇച്ചിരി വലിക്കും, ഇച്ചിരി ഭാര്യനെ തെറി പറയും, ഇച്ചിരി സ്വയംഭോഗം ചെയ്യും, ഇച്ചിരി വ്യഭിചാരം ചെയ്യും, എല്ലാം ഇച്ചിരി ചെയ്യുള്ളൂ. ഇതൊക്കെ പാപമാണ്. ഇച്ചിരി വ്യഭിചാരം ചെയ്യുന്ന പാപമാണ്. ഇല്ലല്ലോ, ഒത്തിരി ചെയ്താലേ പാപമാണ്. നമ്മളിങ്ങനെ ന്യായീകരിക്കുന്നത് അഹങ്കാരത്തിന്റെ സ്വഭാവമാണ് ന്യായീകരണം എന്ന് പറയുന്നത്. ലോകത്തോട് അമിതമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാത്മാവിന് ദൈവാത്മാവുമായിട്ട് ഐക്യപ്പെടാൻ പറ്റില്ല. ഈ ലോക ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കുമോ അത് തന്നെ ആയിരിക്കും വരാനിരിക്കുന്ന ജീവിതത്തിലും. ഹൈ ജമ്പ് ഒന്നും അവിടെ നടക്കാൻ പോകുന്നൊന്നുമില്ല, ഹൈ ജമ്പ് ലോങ് ജമ്പ് ഒന്നുമില്ല. ഈ ലോക ജീവിതത്തിൽ എന്ത് നമ്മൾ ആരംഭിച്ചുവോ അതിന്റെ തുടർച്ചയാണ് നിത്യജീവിതം. ഈ ലോക ജീവിതത്തിൽ ആരംഭിച്ചതാണ് വരുന്ന ജീവിതത്തിൽ നമ്മൾ തുടരുന്നത്. ഇനി അഹങ്കാരം കയറുമ്പോ അനുദപിക്കാൻ വിസമ്മതിക്കുന്ന അടിസ്ഥാന കാരണം എന്താന്ന് വെച്ചാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ അഹങ്കാരമാണ്. അഹങ്കാരി അനുദപിക്കാൻ ബുദ്ധിമുട്ടാണ്, അനുദപിക്കില്ല അവൻ. കാരണം അവന് ദൈവമില്ല, അവന് ദൈവഭയമില്ല. അതുകൊണ്ടല്ലേ അടുത്ത് കടന്നു ചോദിച്ചു, നിനക്ക് ദൈവഭയമില്ലേ? ചോദിച്ചതാ, നിനക്ക് ദൈവത്തെ ഭയമില്ലേ? നമ്മുടെ പാപത്തിന് ശിക്ഷയുണ്ടല്ലോ എന്നാ ചോദിക്കുന്നത്. അഹങ്കാരിക്ക് ദൈവഭയമില്ല, അഹങ്കാരി അനുദപിക്കില്ല, അവന് കുമ്പസാരിക്കാൻ പറ്റില്ല. കാരണം കുമ്പസാരം എന്ന് പറയുന്നത് എളിമപ്പെടുന്ന കൂദാശ അല്ലെ? കുമ്പസാരം എന്ന് പറഞ്ഞാൽ എളിമപ്പെടുന്ന, മുട്ടുകുത്തി എളിമപ്പെട്ട് എനിക്ക് തെറ്റുപറ്റി എന്ന് ഏറ്റുപറയുന്നതാണല്ലോ കുമ്പസാരം. എനിക്ക് തെറ്റുപറ്റി, എനിക്കും തെറ്റുപറ്റാം അല്ലെ? നമുക്കൊക്കെ തെറ്റുപറ്റാം. പൗലോസ്ലീഹ പറഞ്ഞത് ഞാൻ പാപികളിൽ ഒന്നാമനാണെന്ന്. പൗലോസ്ലീഹ പറഞ്ഞത് കർത്താവേ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവരുമാണെന്നാണ്. എനിക്ക് തെറ്റുപറ്റില്ല എന്നുള്ള ചിന്ത അഹങ്കാരത്തിന്റെ ചിന്തയാണ്. ഹല്ലേലൂയ. ഞാനെല്ലാം തികഞ്ഞവൻ, എനിക്ക് തെറ്റുപറ്റില്ല, അതുകൊണ്ട് എന്നെ ആരും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണ്ട, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, എനിക്കറിയാം എങ്ങനെ പോകണമെന്ന്, എന്നെ നന്നാക്കാൻ നോക്കണ്ട. ഇതൊക്കെ അഹങ്കാരത്തിന്റെ ചിന്തയാണ്. അടികിട്ടാതിരിക്കില്ല. അവൻ അഹങ്കരിച്ച് തീരുന്നതിന് മുമ്പേ അടികിട്ടുന്ന പറഞ്ഞ. നിങ്ങൾ നോക്കിക്കോ, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാവോ? ദൈവിക സംരക്ഷണം കിട്ടാൻ. അല്ലെങ്കിൽ അവർ പോകുന്ന വഴികൾ, അഹങ്കാരി പോകുന്ന വഴി അപകടത്തിന്റെ വഴിയാണ്, അവന് ശിക്ഷ കിട്ടാതിരിക്കില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക്, ജീവിത പങ്കാളിക്കൊക്കെ വേണ്ടി നിരന്തരം കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം.